എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 നടക്കാൻ പോകുന്ന LD ക്ലർക്ക് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ ടെസ്റ്റാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളുടെ 5ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മളൊരു മുൻവർഷ ചോദ്യം പേപ്പറും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് നോക്കാൻ പോകുന്നത്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാഗർ പരികർമ്മ എന്ന പരിപാടിയുമായി ബന്ധമില്ലാത്തത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഒന്ന് മാത്രം, അതായത് സ്വച്ഛ് ഭാരത് അഭിയാൻ. സാഗർ പരികർമ്മ പദ്ധതിയുമായി ബന്ധമില്ലാത്തതാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ. അപ്പോൾ ബന്ധമുള്ളത് ഏതൊക്കെയാണ്? ആസാദി കാ അമൃത് മഹോത്സവ്, അതേപോലെ എല്ലാ മത്സ്യത്തൊഴിലാളികളോടും ഐക്യം, സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം, ഇതെല്ലാം സാഗർ പരികർമ്മയുമായി ബന്ധമുള്ളതാണ്. എന്താണ് സാഗർ പരികർമ്മ എന്ന് പറയുന്നത്? മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും സമുദ്രോൽപ്പന്ന കയറ്റുമതിയുടെ വ്യാപ്തി പരിശോധിക്കുന്നതിനും തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭ്യമായ പരിപാടികൾ ജനകീയമാക്കുവാനും വേണ്ടി കേന്ദ്ര സർക്കാരും ഫിഷറീസും മൃഗസംരക്ഷണ വകുപ്പും ക്ഷീര മന്ത്രാലയവും കൂടി ചേർന്ന് ആരംഭിച്ച സംരംഭമാണ് സാഗർ പരിക്രമ. ക്വസ്റ്റ്യൻ നമ്പർ 2. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് കേരള സഹായഹസ്തം പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം മാത്രം. നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് പലിശരഹിത വായ്പ നൽകുക. മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി ധനസഹായം. രണ്ട് പ്രസ്താവനകളാണ് കേരള സഹായഹസ്തം പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3. 2021 25ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സുവർണ ചകോര പുരസ്കാരം നേടിയ ചിത്രമേത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ദിസ് ഈസ് നോട്ട് എ ബറിയൽ, ഇറ്റ്സ് എ റിസറക്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 4. 2022 മാർച്ച് 4 അന്തരിച്ച ലോക പ്രശസ്ത ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഷെയ്ൻ വോൺ. ക്വസ്റ്റ്യൻ നമ്പർ 5. 2022 ഫെബ്രുവരി 14 ഇന്ത്യയുടെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ PSLV C-52 ബഹിരാകാശത്ത് എത്തിച്ച ഉപഗ്രഹം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഭൗമ നിരീക്ഷണ ഉപഗ്രഹം EOS-04. ക്വസ്റ്റ്യൻ നമ്പർ 6. ബുക്കർ പ്രൈസിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 4 മാത്രം. നാലാമത്തെ പ്രസ്താവന തെറ്റാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. 2020 ബുക്കർ പ്രൈസ് നേടിയത് ഡഗ്ലസ് സ്റ്റുവർട്ടിന്റെ ഷഗ്ഗി ബെയ്ൻ എന്ന കൃതിക്കാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7. ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, വിജയരാജ സിന്ധ്യ. ക്വസ്റ്റ്യൻ നമ്പർ 8. 2023 ഏത് അന്താരാഷ്ട്ര വർഷമായാണ് UN പ്രഖ്യാപിച്ചത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം. അന്താരാഷ്ട്ര മണ്ണു വർഷം എന്നാണ്. 2015 ആണ് അന്താരാഷ്ട്ര മണ്ണു വർഷം. അതേപോലെ 2020 ആണ് അന്താരാഷ്ട്ര സസ്യവർഷം. 2016 ആണ് അന്താരാഷ്ട്ര പയർവർഗ വർഷം. അതേപോലെ 2024 എന്താണ്? അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ്. നമ്മുടെ UN ഇയേഴ്സിന്റെ ഒരു വീഡിയോ ചാനലിൽ ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 9. 15ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, PJ ജോസഫ്. ക്വസ്റ്റ്യൻ നമ്പർ 10. കേരളത്തിൽ ആദ്യമായി കൊറോണ സാർസ് വൈറസ് സ്ഥിരീകരിച്ച ജില്ല? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, തൃശൂർ. ക്വസ്റ്റ്യൻ നമ്പർ 11. വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഉഷ്ണകാലം. നമുക്കറിയാം ലൂ എന്ന് പറയുന്നത് ഒരു ഉഷ്ണക്കാറ്റാണ്. ക്വസ്റ്റ്യൻ നമ്പർ 12. ദേശീയ ജലപാത NW1 ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഹാൽഡിയ, അലഹബാദ്.
ദേശീയ ജലപാത 1 ഹാൽഡിയ അലഹബാദ്, ദേശീയ ജലപാത 2 സാദിയ ദുബ്രി, ദേശീയ ജലപാത 3 കൊല്ലം കോട്ടപ്പുറം, ദേശീയ ജലപാത 4 ചെന്നൈ ഹൈദരാബാദ് അല്ലെങ്കിൽ കാക്കിനാഡ പുതുച്ചേരി. ക്വസ്റ്റ്യൻ നമ്പർ 13. ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇലപൊഴിയും കാടുകൾ. ക്വസ്റ്റ്യൻ നമ്പർ 14. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയാണ്. ഇതാണ് തെറ്റായ പ്രസ്താവന. പരുത്തി കൃഷിക്ക് ആവശ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ്, റിഗർ മണ്ണ് എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ആവശ്യമായ മണ്ണ്. ശരിയായ പ്രസ്താവന കൂടി നമുക്ക് നോക്കാം. തേയില കൃഷി ചെയ്യുന്ന മേഖലയാണ്. അതേപോലെ കുങ്കുമപ്പൂവ്, ഉരുളക്കിഴങ്ങ്, ബാർലി എന്നിവ കൃഷി ചെയ്യുന്നു. ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ ഫലവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നു. ഇതെല്ലാം ശരിയായ പ്രസ്താവനയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15. ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലുപ്പം കൂടിയത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഡെക്കാൻ പീഠഭൂമി. ക്വസ്റ്റ്യൻ നമ്പർ 16. താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് വിള ഏതെന്ന് കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള. 2 റാബി വിളയാണ്. 3 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപവും 75 സെന്റിമീറ്റർ മഴയും ആവശ്യമാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഗോതമ്പ്. നമ്മുടെ ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ളത് നെല്ലാണ്. 2ാം സ്ഥാനം ഗോതമ്പ്, 3ാം സ്ഥാനം ചോളം. ക്വസ്റ്റ്യൻ നമ്പർ 17. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, കിഴക്കൻ തീരസമതലം. ക്വസ്റ്റ്യൻ നമ്പർ 18. തഞ്ചാവൂർ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, കാവേരി. ക്വസ്റ്റ്യൻ നമ്പർ 19. ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളെയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 20. ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1, 2, 4. ഏതൊക്കെയാണ്? സിന്ധു, നർമ്മദ, പെരിയാർ. നമ്മൾക്കറിയാം സിന്ധു എന്ന് പറയുന്നത് ഹിമാലയൻ നദിയാണ്. അറബിക്കടലിൽ പതിക്കുന്ന ഹിമാലയൻ നദിയാണ് സിന്ധു. അതേപോലെ അറബിക്കടലിൽ പതിക്കുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? അത് നർമ്മദയും താപ്തിയുമാണ്. പെരിയാർ കേരളത്തിലൂടെ ഒഴുകുന്നു. കേരളത്തിലാകെ 44 നദികളാണുള്ളത്. അതിൽ 3 എണ്ണം കിഴക്കോട്ട് ഒഴുകുന്നു. ബാക്കി 41 എണ്ണം എങ്ങോട്ട് ഒഴുകുന്നത്? പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. മഹാനദി എവിടെയാണ് പതിക്കുന്നത്? ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 21. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അനുച്ഛേദം 21A. ക്വസ്റ്റ്യൻ നമ്പർ 22. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അരുൺ കുമാർ മിശ്ര. ക്വസ്റ്റ്യൻ നമ്പർ 23. താഴെ പറയുന്നതിൽ ഏത് തത്വമാണ് 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സോഷ്യലിസം. 1976 42ാം ഭേദഗതിയിലൂടെ സോഷ്യലിസം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. ക്വസ്റ്റ്യൻ നമ്പർ 24. ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ പ്രസിഡന്റിന് എത്ര വിവരാവകാശ കമ്മീഷണർമാരെ കൂടി നിയമിക്കാൻ കഴിയും? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 10. ക്വസ്റ്റ്യൻ നമ്പർ 25. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കൈലാസ് സത്യാർത്ഥി. ക്വസ്റ്റ്യൻ നമ്പർ 26. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ബംഗാളി. നമ്മുടെ ദേശീയ ഗാനവും ദേശീയ ഗീതവും രചിച്ചിട്ടുള്ള ഭാഷ ഏതാണ്? രണ്ടും ബംഗാളി തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 27. ഇന്ത്യ ഗവൺമെന്റ് രൂപ എന്ന ചിഹ്നം രൂപയുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചതെന്ന്?
കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 2010 ജൂലൈ 15. ഇത് ഡിസൈൻ ചെയ്തത് ആരാണെന്ന് ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ആരാണ് ഡിസൈൻ ചെയ്തത്? ഡി ഉദയകുമാർ. ഡി ഉദയകുമാർ എന്ന വ്യക്തിയാണ് നമ്മുടെ രൂപയുടെ ചിഹ്നം ഡിസൈൻ ചെയ്തത്. ക്വസ്റ്റ്യൻ നമ്പർ 28. മൗലിക കടമകൾ ഏത് വിദേശമാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സോവിയറ്റ് യൂണിയൻ. ക്വസ്റ്റ്യൻ നമ്പർ 29. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 2, 3. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 2, 3. അതായത് ചെയർമാനെയും കമ്മീഷണർമാരെയും പ്രധാനമന്ത്രി നിയമിക്കുന്നു. 2005 ഒക്ടോബർ 24 നിലവിൽ വന്നു. ഈ രണ്ട് പ്രസ്താവനകളും തെറ്റാണ്. അതായത് ചെയർമാനെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണ്? അത് പ്രസിഡന്റ് ആണ്. 2005 ഒക്ടോബർ 12 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 2005 ഒക്ടോബർ 12. ക്വസ്റ്റ്യൻ നമ്പർ 30. താഴെ പറയുന്നതിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സംവിധാനം നിലനിൽക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, മഹാരാഷ്ട്ര. ക്വസ്റ്റ്യൻ നമ്പർ 31. മഹാത്മാഗാന്ധിജിയെ കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 2. അതായത് 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തി. ഈ രണ്ട് പ്രസ്താവനയും ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന എന്താണ് പറഞ്ഞിരിക്കുന്നത്? സുരേന്ദ്രനാഥ ബാനർജിയെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കുന്നത് തെറ്റായ പ്രസ്താവനയാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? അത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ക്വസ്റ്റ്യൻ നമ്പർ 32. കോൺഗ്രസിലെ മിതവാദികളുടെ പട്ടികയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1, 2. അതായത് ബാലഗംഗാധര തിലക്, ലാല ലജ്പത് റോയ്. ഒരാളുകൂടി ഉണ്ട്, ആരാ? ബിപിൻ ചന്ദ്രപാൽ. ലാൽ ബാൽ പാൽ എന്നാ പറയുന്നത് അല്ലേ? ലാൽ ബാൽ പാൽ. ബാലഗംഗാധര തിലക്, ലാല ലജ്പത് റോയ്, ബിപിൻ ചന്ദ്രപാൽ. ക്വസ്റ്റ്യൻ നമ്പർ 33. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 3. ശരിയായ പ്രസ്താവന നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടതാണ് ജാലിയൻ വാലാബാഗ്. അതേപോലെ കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ ടാഗോർ സർ സ്ഥാനം ഉപേക്ഷിച്ചു. ഈ രണ്ട് പ്രസ്താവനയും ശരിയാണ്. തെറ്റായ പ്രസ്താവന ഏതാണ്? കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ സൈമൺ കമ്മീഷനെ നിയമിച്ചതാണ് തെറ്റായ പ്രസ്താവന. കറക്റ്റ് എങ്ങനെ വരും? കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ്? അത് ഹണ്ടർ കമ്മീഷനാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 34. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 2, 3. ശരിയായ പ്രസ്താവന നമുക്ക് നോക്കാം. 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? ഭാഷാടിസ്ഥാനത്തിനുള്ള സംസ്ഥാന രൂപവൽക്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി ആണ്. ഈ രണ്ട് പ്രസ്താവനകൾ ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന എന്താണ് പറയുന്നത്? ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമാണ് ഡൽഹി. ഇത് തെറ്റാണ്. ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ക്വസ്റ്റ്യൻ നമ്പർ 35. 1857 കലാപവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അവിടുത്തെ കലാപ നേതാക്കളും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 2, 3. അതായത് ഝാൻസി റാണി ലക്ഷ്മിബായി, കാൺപൂർ നാനാ സാഹിബ്. ഡൽഹിയിൽ ആരാണ് കലാപം നയിച്ചത്? ബഹദൂർ ഷാ സഫർ ആണ്. ഡൽഹിയിൽ കലാപം നയിച്ചത് ബഹദൂർ ഷാ സഫർ. ക്വസ്റ്റ്യൻ നമ്പർ 36.
താഴെ തന്നിരിക്കുന്ന സാമൂഹ്യ മത പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് 2, 3. അതായത് സെർവന്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, ഗോപാലകൃഷ്ണ ഗോഖലെ, ആര്യ സമാജം, സ്വാമി ദയാനന്ദ സരസ്വതി. ഇത് രണ്ടും കറക്റ്റ് ജോഡികളാണ്. അപ്പോൾ സേവാസമിതി സ്ഥാപിച്ചത് ആരാണ്? എച്ച്.എൻ. കുൻസ്രു അല്ലെങ്കിൽ ഹൃദയനാഥ് കുൻസ്രു ആണ് 1914 സേവാസമിതി സ്ഥാപിച്ചത്. അപ്പോൾ സേവാസമിതിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എച്ച്.എൻ. കുൻസ്രു. ക്വസ്റ്റ്യൻ നമ്പർ 37. ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് 1, 2. ശരിയായ പ്രസ്താവനകൾ നമുക്ക് നോക്കാം. മുംബൈ മുതൽ താനെ വരെയുള്ള ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ലൈൻ നിർമ്മിച്ചത് ഇദ്ദേഹമാണ്. അതേപോലെ ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. ഈ 2 പ്രസ്താവനകളും ഡൽഹൌസിയുമായി ബന്ധപ്പെട്ട് ശരിയായതാണ്. സതി സമ്പ്രദായം, ശിശുഹത്യ എന്നിവ നിരോധിച്ചത് ആരാണ്? അത് വില്യം ബെന്റിക്കാണ്. ക്വസ്റ്റ്യൻ നമ്പർ 38. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യ സംയോജന പ്രക്രിയയിൽ പങ്കുവഹിച്ച വ്യക്തികളുടെ ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് 1, 3. അതായത് വി.പി. മേനോൻ, സർദാർ വല്ലഭായ് പട്ടേൽ. ക്വസ്റ്റ്യൻ നമ്പർ 39. രവീന്ദ്രനാഥ ടാഗോറും ദേശീയഗാനവും എന്ന വിഭാഗത്തിൽ ശരിയായവ ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് 1, 2. ശരിയായ പ്രസ്താവനകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? ഇന്ത്യയുടെ ദേശീയഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. രണ്ടാമത്തെ പ്രസ്താവന ബംഗ്ലാദേശിന്റെ ദേശീയഗാനമായ അമർ സോനാർ ബംഗ്ലയും ടാഗോർ ആണ് രചിച്ചത്. മൂന്നാമത്തെ പ്രസ്താവന എന്താണ് പറഞ്ഞിരിക്കുന്നത്? 55 സെക്കൻഡ് കൊണ്ടാണ് ദേശീയഗാനം പാടിത്തീരുക. എല്ലാവർക്കും അറിയാം അല്ലേ? എത്ര സെക്കൻഡാണ്? 52 സെക്കൻഡ് കൊണ്ടാണ് ദേശീയഗാനം പാടിത്തീരുക. ക്വസ്റ്റ്യൻ നമ്പർ 40. വർത്തമാന പത്രവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം കണ്ടെത്തുക. അതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് 1, 2. അതായത് ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യ ദിനപത്രം. പ്രസ്താവന 2 എന്താണ്? മുംബൈ സമാചാർ പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രമാണ്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹിന്ദി ഭാഷയിലാണ് മുംബൈ സമാചാർ പ്രസിദ്ധീകരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുംബൈ സമാചാർ ഗുജറാത്തിയിലും ഇംഗ്ലീഷിലുമാണ് പ്രസിദ്ധീകരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 41. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും പട്ടികയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് 1, 2. അതായത് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് കോട്ടയം ശരിയായ ജോഡിയാണ്. HMD ലിമിറ്റഡ് എറണാകുളം ഇതും കറക്റ്റായ ജോഡിയാണ്. മൂന്നാമത്തേത് തെറ്റായതാണ്. എന്താണ്? ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡ് എവിടെയാണ്? കൊച്ചിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 42. താഴെ തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളുടെയും അവയുമായി ബന്ധപ്പെട്ട നദികളുടെയും പട്ടികയിൽ ശരിയായതേത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് 2, 3. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി നദി, ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പമ്പ നദി. എങ്കിൽ നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? അത് പെരിയാറിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 43. തന്നിരിക്കുന്ന പട്ടികയിൽ നിന്ന് കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് 1, 2. തുഞ്ചൻ സ്മാരകം തിരൂർ, കുഞ്ചൻ സ്മാരകം കിള്ളിക്കുറിശിമംഗലം. അപ്പോൾ വള്ളത്തോൾ മ്യൂസിയം എവിടെയാണ്? അത് ചെറുതുരുത്തി തൃശ്ശൂരാണ്. ക്വസ്റ്റ്യൻ നമ്പർ 44. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ കവിതകളും കവികളും ചുവടെ തന്നിരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് 1, 3. അതായത് വിശ്വദർശനം ജി ശങ്കരക്കുറുപ്പ് ശരിയായ ജോഡിയാണ്. 3 മുത്തശ്ശി എൻ ബാലാമണിയമ്മ. അപ്പോൾ അവിൽപ്പൊതി ആരുടേതാണ്? അവിൽപ്പൊതി വി കെ ഗോവിന്ദൻ നായർ. വി കെ ഗോവിന്ദൻ നായരുടെ കൃതിയാണ് അവിൽപ്പൊതി. ഇദ്ദേഹത്തിന് 1965 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 45. കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവ സ്ഥാനവും അടിസ്ഥാനമാക്കി ശരിയായ ഉത്തരം കണ്ടെത്തുക.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് 1, 2. പമ്പാ നദി ഉത്ഭവിക്കുന്നത് പുളിച്ചിമലയിൽ നിന്നാണ്. ചാലക്കുടി പുഴ ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നാണ്. എങ്കിൽ അച്ചൻകോവിലാറ് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? പശ്ചിമഘട്ടത്തിലെ ദേവർമലയിൽ നിന്നാണ് അച്ചൻകോവിലാറ് ഉത്ഭവിക്കുന്നത്. എവിടെയാണ്? പശ്ചിമഘട്ടത്തിലെ ദേവർമലയിൽ നിന്ന്. അതായത് കോന്നി റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമായി വരുന്ന ദേവർമലയിൽ നിന്നാണ് അച്ചൻകോവിലാറ് ഉത്ഭവിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 46. പശ്ചിമഘട്ടം കടന്നു പോകുന്ന ചില സംസ്ഥാനങ്ങൾ താഴെ തന്നിരിക്കുന്നു. ശരിയായവ തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് 2, 3. അതായത് ഗോവ, കർണാടകം. ക്വസ്റ്റ്യൻ നമ്പർ 47. കുടുംബശ്രീ സംവിധാനങ്ങളെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് 1, 2. അതായത് സംസ്ഥാന സർക്കാരിന്റെ ഉൾപ്പെടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനായി രൂപം നൽകിയ സാമൂഹ്യ സന്നദ്ധ സംഘടനാ സംവിധാനമാണ് കുടുംബശ്രീ. രണ്ടാമത്തെ എന്താണ്? ഈ സാമൂഹ്യ സംഘടനാ സംവിധാനത്തിന്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് 3 വർഷത്തിലൊരിക്കൽ നടത്തേണ്ടതാണ്. ഈ 2 പ്രസ്താവനകൾ ശരിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 48. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് 2, 3. അതായത് പീച്ചി വാഴാനി വന്യജീവി സങ്കേതം തൃശ്ശൂർ, നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം. അപ്പോൾ പറമ്പിക്കുളം വന്യജീവി സങ്കേതം എവിടെയാണ്? പാലക്കാടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 49. ഒന്നാം EMS മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും ഉൾപ്പെടുന്ന ലിസ്റ്റിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് 1, 3. അതായത് PK ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം, ഡോക്ടർ MR മേനോൻ ആരോഗ്യം. ഒന്നാം മന്ത്രിസഭയിലെ ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്നു VR കൃഷ്ണയ്യർ. ക്വസ്റ്റ്യൻ നമ്പർ 50. കേരളത്തിലെ സ്പോർട്സ് സ്റ്റേഡിയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും കാണിച്ചിരിക്കുന്നതിൽ ശരിയായവ കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് 1, 3. അതായത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചി, ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം തിരുവനന്തപുരം. തെറ്റായത് ഏതാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം ആലപ്പുഴ. തെറ്റാണ്. എവിടെയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം? അത് കൊല്ലമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 51. നവോത്ഥാന നായകരും കൃതികളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് 1, 3. അതായത് വൈകുണ്ഠസ്വാമികൾ, അഖിലത്തിരുട്ട്, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, ആത്മാനുതാപം. അപ്പോൾ വിവേകാനന്ദ സന്ദേശം ആരുടേതാണ്? സ്വാമി ആഗമാനന്ദ സ്വാമിയുടേതാണ് വിവേകാനന്ദ സന്ദേശം. ക്വസ്റ്റ്യൻ നമ്പർ 52. കേരളത്തിലെ പത്രങ്ങളും അവയുമായി ബന്ധപ്പെട്ട വ്യക്തികളും തന്നിരിക്കുന്നു. അവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് 1, 2. മാതൃഭൂമി KP കേശവ മേനോൻ, കേരള കൗമുദി CP കുഞ്ഞുരാമൻ. അപ്പോൾ അല്ലമീൻ ആരുമായി ബന്ധപ്പെട്ട പത്രമാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബുമായി ബന്ധപ്പെട്ട പത്രമാണ് അൽ അമീൻ. ക്വസ്റ്റ്യൻ നമ്പർ 53. നാടകങ്ങളും അവയുടെ രചയിതാക്കളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് 1, 2. ഋതുമതി, പ്രേംജി, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാട്. അപ്പോൾ പാട്ടബാക്കി ആരുടേതാണ്? പാട്ടബാക്കി K ദാമോദരൻ. ക്വസ്റ്റ്യൻ നമ്പർ 54. നവോത്ഥാന ചിന്തകരും യഥാർത്ഥ പേരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയായ ഉത്തരം കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് 2, 3. തൈക്കാടയ്യ, സുബ്ബരായൻ, ചിന്മയാനന്ദ സ്വാമികൾ, ബാലകൃഷ്ണ മേനോൻ. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമം എന്താണ്? ഇവിടെ തെറ്റാണ് കൊടുത്തിരിക്കുന്നത്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമമാണ് കാരാട്ടു ഗോവിന്ദ മേനോൻ. ബ്രഹ്മാനന്ദ ശിവയോഗി കാരാട്ടു ഗോവിന്ദ മേനോൻ. ക്വസ്റ്റ്യൻ നമ്പർ 55. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് 2, 3.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് 2, 3. ടി കെ മാധവൻ, കെ പി കേശവമേനോൻ. ക്വസ്റ്റ്യൻ നമ്പർ 56. സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് 1, 3. പ്രസ്താവനകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? 1863 തിരുവനന്തപുരത്തിനടുത്ത് വെങ്ങാനൂരിൽ ജനിച്ചു. മൂന്നാമത്തെ പ്രസ്താവന 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചു. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് ഈ 2 പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? പുലയരുടെ രാജാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ പുലയരുടെ രാജാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? അത് മഹാത്മാഗാന്ധിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 57. മന്നത്തു പത്മനാഭനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് 1, 2. പ്രസ്താവന 1 എന്താണ്? നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായി നായർ വൃദ്ധജന സംഘം രൂപവൽക്കരിച്ചു. അതേപോലെ പ്രസ്താവന 2 എന്താണ്? വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് മന്നത്തിന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തി. ഇത് 2 ശരിയാണ്. ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. തെറ്റാണ്. കണ്ണീരും കിനാവും ആരുടെയാണ്? വി.ടി. ഭട്ടതിരിപ്പാടിന്റെയാണ്. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ ഏതാണ്? എൻ്റെ ജീവിത സ്മരണകൾ. ക്വസ്റ്റ്യൻ നമ്പർ 58. EMS നമ്പൂതിരിപ്പാട് എഴുതിയ കൃതികളുടെ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. കൂട്ടത്തിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അത് കറക്റ്റ് ആൻസർ ഓപ്ഷന് കൊടുത്തിട്ടില്ല. കൂട്ടത്തിൽ പെടാത്തത് ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രവുമാണ്. ഓപ്ഷൻ 1 ആണ് കൊടുത്തിട്ടുള്ളത്. 1.25 കോടി മലയാളികളും കേരളം മലയാളികളുടെ മാതൃഭൂമിയും EMS നമ്പൂതിരിപ്പാടിന്റെ കൃതികളാണ്. ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രവും എഴുതിയത് P.K. ബാലകൃഷ്ണനാണ്. ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രവും P.K. ബാലകൃഷ്ണൻ. ക്വസ്റ്റ്യൻ നമ്പർ 59. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് 1, 3. അതായത് ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ 10,000-ലധികം പേർ ഒപ്പിട്ട ഭീമഗർജി മഹാരാജാവിന് സമർപ്പിച്ചു. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. ഇത് 2ഉം ശരിയായ പ്രസ്താവനയാണ്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ബാരിസ്റ്റർ G.P. പിള്ളയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 60. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് 1, 2. അതായത് കുഞ്ഞമ്പു നായർ, ചിരുകണ്ഠൻ. ക്വസ്റ്റ്യൻ നമ്പർ 61. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഇനാമൽ. ക്വസ്റ്റ്യൻ നമ്പർ 62. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടാത്തത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ സി ആണ് അസ്കോർബിക് ആസിഡ്. B1 ആണ് തൈമിൻ, B9 ആണ് ഫോളിക് ആസിഡ്, B3 ആണ് നിയാസിൻ. ക്വസ്റ്റ്യൻ നമ്പർ 63. രാജകീയ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹീമോഫീലിയ. ക്വസ്റ്റ്യൻ നമ്പർ 64. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏത്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ആർദ്രം. ക്വസ്റ്റ്യൻ നമ്പർ 65. കണ്ണിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ജീവകം എ. ക്വസ്റ്റ്യൻ നമ്പർ 66. കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് 2, 4. അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്, കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി തൃശ്ശൂര്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അത് തിരുവനന്തപുരമാണ്. അതേപോലെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. ഇത് തമ്മിൽ തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം വരും. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡുമാണ്.
ക്വസ്റ്റ്യൻ നമ്പർ 67. താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെല്ലിനങ്ങൾ ഏതെല്ലാം? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 4. പവിത്ര, അന്നപൂർണ. ജ്യോതിക എന്താണ്? സങ്കരയിനം പയറാണ് ജ്യോതിക. അതേപോലെ സങ്കരയിനം പച്ചമുളകാണ് ജ്വാലാമുഖി. ക്വസ്റ്റ്യൻ നമ്പർ 68. മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 4. അതായത് ഡയേറിയ, ടൈഫോയിഡ്, കോളറ. ക്വസ്റ്റ്യൻ നമ്പർ 69. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 3. ശരിയായ പ്രസ്താവന നമുക്ക് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് ആഗോള താപനത്തിന് കാരണമാകുന്നു. ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ഇത് രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്നിട്ട് കാർബമിനോ ഹീമോഗ്ലോബിൻ ആണ് ഉണ്ടാകുന്നത്. കാർബോക്സി അല്ല, കാർബമിനോ ഹീമോഗ്ലോബിൻ. ക്വസ്റ്റ്യൻ നമ്പർ 70. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 3, 4. സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. ശരിയാണ്. അതേപോലെ ചെന്തുരുണി വന്യജീവി സങ്കേതം, അതും ശരിയായ പ്രസ്താവനയാണ്. ഇരവികുളം എന്ന് പറയുന്നത് ദേശീയോദ്യാനമാണ്. നെയ്യാർ വന്യജീവി സങ്കേതമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 71. തെറ്റായ ജോഡി ഏത്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. വിറ്റാമിൻ സി, കാർബൺ, ക്ലോറിൻ, ഹൈഡ്രജൻ. ഇതാണ് തെറ്റായ പ്രസ്താവന. ക്വസ്റ്റ്യൻ നമ്പർ 72. അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. മഗ്നീഷ്യം. അൽനിക്കോയിൽ ഏതൊക്കെയാണ് വരുന്നത്? അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട് പ്ലസ് ഇരുമ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 73. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നവ ഏത്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഏതൊക്കെയാണ്? ജെർമേനിയം, സിലിക്കൺ, ആഴ്സനിക്. ജെർമേനിയം, സിലിക്കൺ, ആഴ്സനിക്. ക്വസ്റ്റ്യൻ നമ്പർ 74. സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഹൈഡ്രജൻ. നമുക്കറിയാം, ഒരു ലോഹം ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. ക്വസ്റ്റ്യൻ നമ്പർ 75. രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൾഫ്യൂറിക് അമ്ലം അറിയപ്പെടുന്നത്. നമ്മുടെ നിത്യജീവിതത്തിലെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ സൾഫ്യൂറിക് അമ്ലം ഉപയോഗിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 3. അതായത് രാസവളത്തിന്റെ നിർമ്മാണം, പാഴ്ജല ശുദ്ധീകരണം. ക്വസ്റ്റ്യൻ നമ്പർ 76. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 30 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്ര? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 15 സെന്റിമീറ്റർ. F = R/2 വരും. അപ്പോൾ 30/2 15. ക്വസ്റ്റ്യൻ നമ്പർ 77. എന്തിന്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ദൂരം. ക്വസ്റ്റ്യൻ നമ്പർ 78. 20 ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2. അതായത് ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. 2. വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 79. നെഗറ്റീവ് പ്രവർത്തിക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 2, 3 ഉള്ളി. അതായത് ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി. അതായത് എതിരെയുള്ളതാ. ഭൂമി എല്ലാ വസ്തുവിനെ അതിന്റെ കേന്ദ്രത്തിലോട്ട് ആകർഷിക്കുന്നു. പക്ഷെ ഉയർത്തുമ്പോൾ എന്താണ്? അടിയിലോട്ടാ വലിക്കുന്നത് അല്ലേ? എന്നപ്പം നെഗറ്റീവ് പ്രവൃത്തിയാണ് അവിടെ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഒരു വസ്തു ചരിവ് തലത്തിലൂടെ താഴേക്ക് നിരങ്ങി നീങ്ങുമ്പോൾ കർഷണ ബലം, ഇതും നെഗറ്റീവ് പ്രവൃത്തിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 80. നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ/സെക്കൻഡ് ആയാൽ ലോറിയുടെ ത്വരണം എത്ര? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 6 മീറ്റർ/സെക്കൻഡ്. ത്വരണത്തിന്റെ സിമ്പൽ എന്താണ്? എ ആണ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? A = V - V0/T.
എ ഈക്വൽ ടു ബി മൈനസ് ബി സീറോ ഡിവൈഡഡ് ബൈ ടി. ഇതാണ് ഇക്വേഷന്. എ എന്ന് പറയുന്നത് ത്വരണമാണ്, ബി എന്ന് പറയുന്നത് അന്ത്യപ്രവേഗവും ബി സീറോ എന്ന് പറയുന്നത് ആദ്യപ്രവേഗവുമാണ്. ടി എന്താണ്? സമയമാണ്. നിശ്ചലാവസ്ഥയിലുള്ള ലോറി ആയതുകൊണ്ട് ആദ്യ പ്രവേഗം എപ്പോഴും 0 ആയിരിക്കും. അന്ത്യപ്രവേഗം എത്രയാണ്? 30 ആണ്. ടൈം എത്രയാണ്? 5 സെക്കൻഡ് ആണ്. അപ്പോൾ എങ്ങനെ ചെയ്യാം? ത്വരണം എങ്ങനെ കണ്ടുപിടിക്കാം? 30 മൈനസ് 0 ഡിവൈഡഡ് ബൈ 5. 30 മൈനസ് 0 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ 30 ഡിവൈഡഡ് ബൈ 5 സമം 6. താങ്ക് യു.